ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് കൈക്കൂലി നൽകിയത് കുറഞ്ഞുപോയതിനെ തുടർന്ന് ശസ്ത്രക്രിയ ചെയ്ത രോഗിക്ക് തുടർ ചികിത്സ നിഷേധിച്ചതായി പരാതി. തൃക്കുന്നപ്പുഴ സ്വദേശി അനിമോനാണ് ചികിത്സ നിഷേധിച്ചെന്ന ആരോപണവുമായി രംഗത്തു വന്നിരിക്കുന്നത്. അനസ്തേഷ്യ നൽകാൻ സമ്മതപത്രം നൽകിയിട്ടും മരവിപ്പിക്കാതെയാണ് സർജറി നടത്തിയതെന്നും അനിമോൻ പറയുന്നു. ഹരിപ്പാട് കിഴക്കേക്കര ബിജു ഭവനത്തിൽ അനിമോനാണ് ചികിത്സ നിഷേധിച്ചതായി ആരോപണമുന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഇടതുകാലിന്റെ പാദം പഴുത്തതിനെ തുടർന്ന് ഈ മാസം 17-ന് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ അനിമോൻ ചികിത്സ തേടുകയായിരുന്നു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിലിനെയാണ് ചികിത്സയ്ക്കായി സമീപിച്ചത്. തുടർന്ന് 19-ന് ബുധനാഴ്ച ശസ്ത്രക്രിയ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇതിനായി ആശുപത്രിയിൽ പേവാർഡ് എടുക്കുകയും ചെയ്തു. എന്നാൽ ശസ്ത്രക്രിയ ചെയ്യുന്നതിനായി 5000 രൂപ നൽകണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടെന്നും തുടർന്ന് 2000 രൂപ നൽകിയെന്നും അനിമോന്റെ ഭാര്യ ബീന പറഞ്ഞു. നമ്മൾ തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പം ഡോക്ടർ അത് നമ്മളോട് പൈസ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കത് കൊടുക്കാനുള്ള സാമ്പത്തികം അത്രയും സാറ് ചോദിച്ചത്രയും കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. എങ്കിലും എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും എനിക്ക് ചികിത്സ നിഷേധിക്കുകയാണ് ചെയ്തത്. ഡോക്ടർ നോക്കാൻ സൗകര്യപ്പെടത്തില്ല എന്ന് മുഖത്ത് നോക്കി ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ചികിത്സ നിഷേധിച്ച ഒരവസ്ഥയിലാണ് ഞങ്ങൾ അവിടുന്ന് പോരേണ്ടി വരുന്നത്. ഓപ്പറേഷൻ ചെയ്തിട്ട് തിരിയായില്ലെന്നുണ്ടെങ്കിൽ ഞാനങ്ങ് വണ്ടാനത്ത് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു. പക്ഷെ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഈ ഡോക്ടർ എൻ്റെ ഭർത്താവിനെ നോക്കിയിട്ടേ ഇല്ല. ആ മുറിയിലോട്ട് പോലും ഡോക്ടർ കയറിയിട്ടില്ല. പിന്നെ പിറ്റേ ദിവസം ഡിസ്ചാർജായി പോകുന്നിടം വരെ ഈ രോഗിയെ നോക്കിയിട്ടില്ല. ആലപ്പുഴയ്ക്ക് റെഫർ ചെയ്തില്ല. ഞങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോളാനാണ് പറഞ്ഞത്. മൂന്നാമത്തെ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ 3-ാമത്തെ ദിവസമാണ്. എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കൊണ്ടുപോയിക്കോ, എനിക്ക് നോക്കാൻ സൗകര്യപ്പെടത്തില്ല എന്നും പറഞ്ഞ് ഡിസ്ചാർജ് പുള്ളി തരുമായിരുന്നു ചെയ്ത്. ഡോക്ടർ നോക്കിയിട്ടില്ല. ഈ രോഗിയെ ഡോക്ടർ ഒരു കാരണവശാലും ആ റൂമിൽ വന്ന് പിന്നീട് നോക്കിയിട്ടില്ല. പിന്നീട് 19-ന് ഉച്ചയോടെ സർജറി നടത്തി. അതേസമയം തന്റെ കാല് മരവിപ്പിക്കാതെയാണ് സർജറി നടത്തിയതെന്ന് അനിമോൻ പറഞ്ഞു. അനസ്തേഷ്യ ചെയ്യുന്നതിനുള്ള രേഖകളിൽ തന്നെ കൊണ്ട് ഒപ്പുവെക്കുകയും ചെയ്തതാണ്. എന്നാൽ ഡോക്ടർ ആവശ്യപ്പെട്ട മുഴുവൻ തുകയും നൽകാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ കാലു മരവിപ്പിക്കാതെ ശസ്ത്രക്രിയ നടത്തിയതെന്ന് അനിമോൻ പറയുന്നു. ഞാൻ പറഞ്ഞു, സാറേ മരവിപ്പിച്ചിട്ട് ചെയ്യാനുള്ള കാല് വശക്കേടായിപ്പോയി, എൻ്റെ കാല് രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, നീ മിണ്ടാവിടെ കിടക്കട, വലിയ ഡയലോഗൊന്നും കാച്ചിണ്ടെന്ന് പറഞ്ഞു. മരവിപ്പിക്കാന്ന് പറഞ്ഞിട്ട് പുള്ളി കാലിങ്ങനെ പൊക്കി ഇങ്ങനെ നിർത്തിയിട്ട് സർജിക്കൽ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ ചിരട്ടയ്ക്കകത്തുനിന്ന് തേങ്ങ തിരുമി എടുക്കുന്ന പോലെ പച്ചയ്ക്ക് മരവിപ്പിക്കാതെ പോലും അത്രയും മാംസം കട്ട് ചെയ്ത് കളഞ്ഞ ഞാൻ കണ്ടു. ഞാൻ അവിടെ കിടന്ന് അലറിയുന്നു. 4-5 നേഴ്സന്മാർ എൻ്റെ കാലെ ബലമായിട്ട് പിടിച്ചേക്കുക. ഞാൻ അവിടെ കിടന്ന് അലറി ചാടിയിട്ട് പോലും മിണ്ടാ കിടക്കട, അടങ്ങി കിടക്കട എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ചെയ്തത്. ഞാൻ മരവിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് പറഞ്ഞു, സാറേ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അത്രയ്ക്ക് ഞാൻ കുഴഞ്ഞു പോയി. ഒരു മനുഷ്യനെ സർജറി ചെയ്യുമ്പോൾ സാധാരണ അനസ്തേഷ്യ ചെയ്യാമെന്നും പറഞ്ഞ് ഒപ്പിടിച്ചിട്ട് വരെ പോയതാണ്. എന്നിട്ട് പോലും ചെയ്തിട്ടില്ല. കാരണം എനിക്ക് അനസ്തേഷ്യ ചെയ്തെങ്കിൽ എനിക്കറിയാൻ പറ്റും മരവിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് അതുപോലും ഇല്ലാതായിപ്പോയി. ഒരു പച്ചയ്ക്ക് ഒരു മനുഷ്യൻ്റെ മാംസം കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പഴുത്തിരിക്കുന്ന മാംസം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് കൊണ്ട് വേദന അനുഭവിച്ചിട്ടില്ല. ഹരിപ്പാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സൂപ്രണ്ടിനെ കണ്ട് ഭർത്താവിന് തുടർ ചികിത്സ നൽകാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോൾ വെറുതെ ചികിത്സിക്കാൻ പറ്റില്ലെന്നും പണം തന്നാൽ നോക്കാമെന്നും ഡോക്ടർ തന്നോട് പറഞ്ഞുവെന്ന് ബീന പോലീസിൽ നൽകിയ മൊഴിയിൽ പറയുന്നു. 21-ന് ബീനയുടെ സഹോദരി ചികിത്സ നിഷേധിക്കുന്നത് സംബന്ധിച്ച് ഡോക്ടറോട് സംസാരിച്ചുവെങ്കിലും ഡോക്ടർ മറുപടി നൽകാതെ പോയി. തുടർന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ അസഭ്യം പറഞ്ഞുകൊണ്ട് ബീനയുടെ കഴുത്തിൽ കുത്തി പിടിച്ചുവെന്നും മൊഴിയിലുണ്ട്. സെക്യൂരിറ്റി ജീവനക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭർത്താവിന് ചികിത്സ നിഷേധിച്ചതും അനസ്തേഷ്യ നൽകാതെ ശസ്ത്രക്രിയ ചെയ്തതിലും മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും പരാതി നൽകുമെന്നും ബീന പറഞ്ഞു. സമകാലിക മലയാളം, ആലപ്പുഴ.